ഇന്നൊരു നാരങ്ങ റെസിപ്പിയാണേ. ഇതിന് ചെറിയ നാരങ്ങ മേടിച്ചാൽ എടുക്കാട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കൂട്ടും, അത്രയ്ക്കും പുളിയും കയ്പുള്ള നാരങ്ങയാണ്. ഇതിന്റെ തണ്ടൊന്ന് മാറ്റി ഇതിന് ചെറിയൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് തട്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതവിടെ ഇരുന്നോട്ടെ. ഈ സമയം കൊണ്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് മാറ്റണ്ടേ. ഇനി കുറച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു പിടിയളവിൽ വെളുത്തുള്ളിയും ഒരു പിടിയളവിൽ പച്ചമുളകും ഒരു 2 തണ്ടളവിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നിളക്കി അപ്പം തന്നെ നാരങ്ങ കൂടി പൊട്ടുന്നുണ്ട്. നാരങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി പോരത്തുണ്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പും ചെറിയൊരു മധുരത്തിന് വേണ്ടി 3 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി. ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. ഇതിപ്പോൾ 1 മാസത്തോളമായിട്ടോ എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം എങ്ങനെയാണ് നാരങ്ങ അച്ചാർ ട്രൈ ചെയ്യല്ലേ?